ഒറ്റയ്ക്ക് ഉണ്ണാനും ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ പഠിച്ചവരെയും പേടിക്കണം. കാരണം നിങ്ങൾ ഒറ്റയ്ക്കായി പോകുന്നതിൽ പേടിയില്ലാത്ത വ്യക്തികളാണ്. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തികളുണ്ട്. അതുപോലെ നിക്കോളസ് ടെസ്ലയും ബ്രൂസ്ലിയും ഐസക് ന്യൂട്ടനൊക്കെ പോലുള്ള വ്യക്തികൾ, ഇവരൊക്കെ ഒറ്റയ്ക്കിരുന്ന വ്യക്തികളാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും കിട്ടുന്നൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ നിങ്ങൾക്ക് വ്യക്തത വരും, നിങ്ങൾക്ക് പർപ്പസ് ഉണ്ടാവും, അച്ചടക്കം ഉണ്ടാവും. അവർ സ്വന്തമായിട്ട് വളരാൻ പഠിച്ച വ്യക്തികളാണ്. നിശബ്ദതയുടെ കൂമ്പാരത്തിൽ നിന്ന് പൊടി തട്ടി വരുന്ന വ്യക്തികളാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ ഒരാൾക്കും തടയിടാൻ പറ്റത്തില്ല. ഇവർ ഒരു മനുഷ്യൻ്റെയും അംഗീകാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. മറ്റുള്ളവരെന്ന് ചിന്തിക്കുമെന്ന് വിചാരിച്ച് ഒരു കാര്യം ചെയ്യാതിരിക്കാറില്ല. സൊസൈറ്റി എന്ന് പറയുന്നത് അവർക്ക് അൺഫിറ്റായിട്ട് വരുമ്പോൾ സൊസൈറ്റിയുടെ മുകളിൽ വളരുന്ന വ്യക്തികളാണ്. അവർക്കേറ്റ മുറിവുകളെല്ലാം അതിനെയെല്ലാം അവർ പാഠങ്ങളാക്കി പഠിച്ച വ്യക്തികളാണ്. ഈ പറയുന്ന വ്യക്തികളെ ത്രോട്ടിൽ ചെയ്യുന്ന അല്ലെങ്കിൽ മുമ്പോട്ട് നയിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഈ പറയുന്ന സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റും, ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റും, ഒറ്റയ്ക്ക് നടക്കാൻ പറ്റും, ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ പറ്റും. ഒരിക്കൽ നിങ്ങൾ സ്വന്തം കാലയിൽ നിൽക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഏകാന്തതയെ അതിജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഏകാന്തതയിൽ വളരാൻ പഠിച്ചു കഴിഞ്ഞാൽ, സൈലൻസിലൂടെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മുമ്പോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നിങ്ങളെ തകർക്കാൻ നോക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് നിങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കാം. ഒറ്റയ്ക്ക് ഉണ്ണാനും ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ പഠിച്ചവരെയും പേടിക്കണം.